നമസ്കാരം 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 എല്ലാ പ്രിയപ്പെട്ട ACV പ്രേക്ഷകർക്കും സ്വാഗതം. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്. ഡിസംബർ ആയിക്കൊണ്ട് നമുക്ക് ഡിസംബർ ഇപ്പോൾ അവസാനിക്കാറായിരിക്കുകയാണ്. ഡിസംബർ മാത്രമല്ല, ഈ വർഷം തന്നെ അവസാനിക്കാറായിരിക്കുകയാണ്. ഒരു പ്രത്യേകതരം എക്സൈറ്റ്മെൻറ്റ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. കാരണം ഒരു വർഷം അവസാനിക്കാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ ഒരുപാട് ഫെസ്റ്റിവൽസ്, ക്രിസ്മസ് വരുന്നു, ന്യൂ ഇയർ വരുന്നു. അപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാൻ കാരണങ്ങൾ ഒരുപാടാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. അപ്പോൾ വീക്കെൻഡൊക്കെ എല്ലാവരും നല്ല അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ ഞാനും ഒന്ന് വെറുതെ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ പോത്തി സ്വർണ്ണമഹലിലൊക്കെ ഒന്ന് കയറി. അവിടെ ചില നല്ല ഓഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് ഞാൻ പറയാം, വഴിയേ ഞാൻ പറയാം. പക്ഷേ എന്തായാലും എല്ലാവരും ഒന്ന് വീക്കെൻഡും ക്രിസ്മസ് ഹോളിഡേയ്സും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വർണ്ണം വാങ്ങാൻ നല്ല സമയമായിരിക്കും. പോത്തി സ്വർണ്ണമഹലിലുള്ള കുറച്ച് നല്ല ഡിസ്കൗണ്ടൊക്കെ ഉണ്ട്, കുറച്ച് നല്ല ഓഫേഴ്സും ഡീൽസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നോക്കാം നമുക്ക്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും അറിയാമല്ലോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. വിളിക്കുക, ഇഷ്ടപ്പെട്ട നമ്പർ പറയുക. ആ നമ്പറിൻ്റെ ഉള്ളിൽ സ്വർണ്ണ നാണയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ സ്വർണ്ണ നാണയം ഒരു പ്രാവല്ലേ, പണ്ടെല്ലാവരും പ്രാവിൻ്റെ കയ്യിലൊന്നും അല്ല, വളരെ സേഫായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് അയക്കുന്നതായിരിക്കും. വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പേഴ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ്. വാട്സാപ്പ് അയക്കേണ്ട നമ്പർ വാട്സാപ്പ് മാത്രമല്ല, വാട്സാപ്പ് മാത്രമാണ് കോൾ ഒരു കാരണവശാലും ഈ നമ്പറിലേക്ക് ചെയ്യരുത്. 8086011443 8086011443 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്നും ഇഷ്ടപ്പെട്ട നമ്പർ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ പേരും സ്ഥലവും ചേർത്ത് വാട്സാപ്പ് ചെയ്യാം. 12:45 വരെയാണ് വാട്സാപ്പിൻ്റെ നമ്പർ. ഓക്കെ, സോ ഓൺ ദാറ്റ് നോട്ട് നമുക്ക് ആരംഭിക്കാം. ഇന്ന് ധാരാളം സ്വർണം കിട്ടാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യത്തെ കോളർ. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? അശ്വതി. അശ്വതി എവിടുന്നാ വിളിക്കുന്നേ? കരുനാഗപ്പള്ളി. എന്തൊക്കെയുണ്ട് അശ്വതി വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. എന്താണ് ക്രിസ്മസിന് വീട്ടിൽ ആരൊക്കെയാണ്? പഠിക്കുകയാണോ? എന്തെങ്കിലും അവധി എന്തെങ്കിലും ഉണ്ടോ? പഠിക്കുകയാണോ, ജോലിയാണോ, എന്താ ചെയ്യണേ? പഠിച്ചിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ എന്താണ് പ്ലാൻ? തീരുമാനിച്ചില്ല. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, അടുത്ത വർഷത്തേക്കുള്ള തീരുമാനങ്ങൾ എന്താണ്? അശ്വതിയുടെ ഉള്ളിൽ അശ്വതി മാറ്റാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദേഷ്യം കുറയ്ക്കണം. ദേഷ്യം വരുമ്പോ എന്ത് ചെയ്യും? ഫോണൊക്കെ തല്ലി പൊട്ടിക്കോ? ഇല്ല, ഫോൺ തല്ലി പൊട്ടിക്കത്തൊന്നുമില്ല. അങ്ങനെ തല്ലി പൊട്ടിച്ചാൽ വേറെ ഫോൺ കിട്ടത്തില്ല അല്ലേ? അതെ. അപ്പൊ എന്താണ് ദേഷ്യം വരുമ്പോ എന്താ ചെയ്യാറ്? വായിലിരിക്കുന്ന ചീത്തൊക്കെ വിളിച്ച് പറയും? ചീത്തയൊന്നും പറയുന്നില്ല, മിണ്ടാതിരിക്കും. പിന്നെന്തിനാ ഈ ദേഷ്യം കുറയ്ക്കുന്ന? എന്തിനാ? മിണ്ടാതിരിക്കല്ലേ, ആർക്കും ഒരു നഷ്ടവും ഇല്ലല്ലോ. വീട്ടിലുള്ളവരും മിണ്ടത്തില്ല. നമ്മുടെ ദേഷ്യം കാണിക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പമാർഗം മിണ്ടാതിരിക്കുക എന്നുള്ളതല്ലേ? പറഞ്ഞാരെയും വേദനിപ്പിക്കുന്നില്ലല്ലോ. ഓക്കെ അശ്വതി, എന്തായാലും അശ്വതിക്ക് കുറച്ചുകൂടി എല്ലാം മറക്കാനും വിടാനും ഉള്ളൊരു കരുത്ത്, വിട്ട് കളയാനുള്ളൊരു സ്വഭാവം അടുത്ത വർഷം ഉണ്ടാവട്ടെ. ഓക്കെ അശ്വതി? ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 66 അശ്വതി പറഞ്ഞിരിക്കുന്ന നമ്പർ. ഓക്കെ അശ്വതി, അപ്പൊ 66-നുള്ളിൽ സ്വർണ്ണ നാണയം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിക്കോളൂ. അയ്യോ അശ്വതി, സ്വർണ്ണ നാണയം ഇല്ലല്ലോ. ഇനി ഞങ്ങളോട് മിണ്ടാതിരിക്കോ? ഇനി അശ്വതി വിളിച്ചിട്ട് ഒന്നും മിണ്ടൂല, ദേഷ്യം. സാരില്ല അശ്വതി, എന്തായാലും 66-ൽ സ്വർണ്ണം ഇല്ല. അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കാം. ഓക്കെ, വിഷ് യു എ വെരി മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അഹെഡ്. ഓക്കെ, ബൈ. ദേഷ്യം തീർക്കാൻ പല മാർഗങ്ങളുണ്ട്. ഇപ്പം എനിക്കും ദേഷ്യം വന്നു കഴിഞ്ഞാൽ, ദേഷ്യം അങ്ങനെ എപ്പോഴും ഒന്നും വരില്ല, പക്ഷെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് പറയുന്ന പോലെ പുച്ഛമാണ്. എൻ്റെ ദേഷ്യം പ്രകടിപ്പിക്കുന്ന മാർഗം എന്താ പറയുക, കളിയാക്കുക എന്നുള്ളതാണ്. കളിയാക്കി ഞാൻ കൊല്ലും. അത് വളരെ മോശപ്പെട്ട സ്വഭാവമാണ്, എനിക്കറിയാം. പക്ഷെ ഓരോരുത്തർക്കും ദേഷ്യം വരുമ്പോൾ ഓരോ രീതിയിലാണ്. ഇപ്പം അശ്വതി ചെയ്യുന്നത് വളരെ നല്ല മാർഗം ഞാൻ പറയും, മിണ്ടാതിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? രാജേന്ദ്രൻ. എവിടുന്ന് വിളിക്കണേ രാജേന്ദ്രൻ? നെയ്യാറ്റിൻകരയാണോ? അതെ. മുൻപ് വിളിച്ചിട്ടുള്ള രാജേന്ദ്രൻ ആണോ? ഓക്കെ, ശരി. ഓക്കെ രാജേന്ദ്രൻ, നെയ്യാറ്റിൻകരയല്ലേ? എങ്ങനെ, എവിടെ? തിരുവനന്തപുരത്ത് നമ്മുടെ സിറ്റിയിലോട്ടൊക്കെ വരാറുണ്ടോ? പോത്തി സ്വർണ്ണമഹലിലും പോത്തീസിലും ബാക്കി സ്ഥലങ്ങളിലൊക്കെ കറങ്ങാറുണ്ടോ? MG റോഡിലുള്ള ധാരാളം കടകളിലൊക്കെ? നൈസ്. ഓക്കെ, ഡൺ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് പോത്തി സ്വർണ്ണമഹലിന്റെ വകയും ഞങ്ങളുടെ വകയും ഒരു സ്വർണ്ണ നാണയം കിട്ടുമോ നോക്കാം. ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ മിസ്റ്റർ രാജേന്ദ്രൻ.
നമ്പർ 27. 27. ഓക്കെ, 27 ഉള്ളിൽ സ്വർണമുണ്ടോ നോക്കാം. നമുക്ക് ഞാൻ തുറന്ന് നോക്കാൻ പോവാണ്. 27 നോക്കിക്കോളൂ. അയ്യോ രാജേന്ദ്രൻ, സോറി, സ്വർണ്ണ നാണയം ഇല്ല. അടുത്ത എന്തായാലും ഒരു സ്വർണം കിട്ടിയില്ലേ, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ ബൈ. ഓക്കെ, അപ്പം നമ്മൾ വിളിച്ച രാജേന്ദ്രനാണ്. 27 ആണ് പറഞ്ഞത്. അതിന് മുൻപ് 66ആണ്. ഈ രണ്ടിലും സ്വർണ്ണം ഉണ്ടായിട്ടില്ല. നമ്മുടെ അടുത്ത കോളർക്ക് സ്വർണം കിട്ടുമോ നോക്കാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പൂജ. പൂജ, എവിടുന്നാ വിളിക്കണേ? നെടുമങ്ങാട്. ആഹാ, എന്താ ചെയ്യണേ പൂജ? 10th ഇപ്പം. ആഹാ, ഓക്കെ. സോ പൂജ, എന്താണ് വലുതാകുമ്പോൾ എന്താവണം? 10th കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം തന്നെ ഞാനും ചോദിക്കാം. വലുതാകുമ്പോൾ എന്താകാനാണ് ആഗ്രഹം? ഡോക്ടർ. ദാറ്റ്സ് എ വെരി വെരി ആംബിഷ്യസ് കരിയർ ചോയ്സ്. വീട്ടിൽ വേറെ ആരെങ്കിലും ഡോക്ടേഴ്സോ ഉണ്ടോ? റിലേറ്റീവ്സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആരാണ്? ഗായത്രി. അതാരാ ഗായത്രി? ആരാ? പൂജയുടെ ആരാ? ചേച്ചി. പൂജയുടെ ചേച്ചി ഡോക്ടറാണ്. വെരി നൈസ് പൂജ. അപ്പം ഡോക്ടർ ലൈഫൊക്കെ ഭയങ്കര ബിസി ലൈഫാണ്, ഭയങ്കര റിസ്ക് ടേക്കിംഗ് ലൈഫാണ്. അതിനൊക്കെ തയ്യാറാണോ? അതെ. അതെ, അപ്പൊ അതിന്റെ ഒരു പ്രാക്ടീസ് ആയിട്ട് നമുക്കൊരു റിസ്ക് ഇപ്പൊ അങ്ങ് എടുക്കാം. ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. നമ്പർ 49. നമ്പർ 49 ആണ്. ഓക്കെ, നമ്മുടെ ഭാവിയിലെ ഡോക്ടർ പൂജയ്ക്ക് വേണ്ടി നമ്മൾ 49 തുറന്നു നോക്കാൻ പോകുന്നു. നോക്കിക്കോളൂ പൂജ. അയ്യോ, സ്വർണം കിട്ടിയില്ല പൂജ. പക്ഷെ തളരരുത്, ഡോക്ടർമാർ തളരാറില്ല. ഓക്കെ ഓക്കെ പൂജ, വെറുതെ തമാശയൊക്കെ പറയുന്നെങ്കിലും എനിക്ക് എന്തെങ്കിലും ലൈഫിൽ തിരിച്ചു പോയി എൻ്റെ കരിയർ മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഡോക്ടർ എന്ന തൊഴിലായിരിക്കും തിരഞ്ഞെടുക്കുക. എനിക്ക് അത്രയും ബഹുമാനമുള്ളൊരു തൊഴിലാണ് ഡോക്ടർ എന്ന് പറയുന്നത്. സോ പൂജ, ഐ റിയലി വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. സത്യമാണ്, നമുക്ക് ഏറ്റവും ലൈഫിൽ എത്ര എൻജിനീയേഴ്സ് വന്നാലും എത്ര വേറെ പ്രൊഫഷൻസ് വന്നാലും ഒരു ഡോക്ടറിന് എന്നും ആ ഒരു വിലയുണ്ടാവും. ഒരു ദൈവതുല്യമായിട്ട് നമ്മൾ കാണുന്നവരാണ് ഡോക്ടേഴ്സ്. അതുകൊണ്ടാണ് ഈ മെഡിക്കൽ പ്രൊഫഷനിലൊക്കെ കറപ്ഷൻ വരുമ്പോൾ നമുക്ക് ഇത്രയും വിഷമം വരുന്നത്. കാരണം ജനങ്ങൾ ദൈവത്തിന് തുല്യമായിട്ട് കാണുന്നവരുടെ ഇടയിലും കറപ്ഷൻ വരുമ്പോഴാണ് നമുക്ക് സങ്കടം തോന്നുന്നത്. എനിവേ, ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് പൂജ. നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? രതിൻ രാജ്. അയ്യോ, എന്ത് രാജ? രതിൻ രാജ് അല്ലേ? ഓക്കെ, രതിൻ എവിടുന്നാ വിളിക്കുന്നേ? കൊട്ടാരക്കര. എന്ത് ചെയ്യുന്നു രതിൻ? ഡ്രൈവറാണ്. ഓക്കെ, സോ എന്തുണ്ട് കൊട്ടാരക്കരയിൽ വിശേഷങ്ങൾ? എന്തൊക്കെയുണ്ട്? സുഖം. ഓക്കെ, അപ്പൊ ക്രിസ്മസ് ഒക്കെ വരികയാണെങ്കിലോ അടുത്ത ആഴ്ച? എന്താണ് ക്രിസ്മസിന് പരിപാടി? അപ്പം ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ നല്ല ബിസിനസ് കിട്ടുന്ന സമയമായിരിക്കും അല്ലേ? ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ് അല്ലേ? അപ്പൊ നമുക്കൊക്കെ ആഘോഷം തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ന്യൂ ഇയറിന് ശേഷമായിരിക്കും. ഈ കിട്ടിയ അല്ലെ പൈസയുടെ ഒക്കെ ഒരു ആഘോഷം തുടങ്ങുന്നത് ശരിക്കും ജനുവരി ആദ്യത്തെ വാരമായിരിക്കും അല്ലേ? അതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നിറയെ ഓട്ടം ഉണ്ടാവട്ടെ, ഒരുപാട് കാശ് കിട്ടട്ടെ. ഓക്കെ, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ രതിൻ രാജ്. 55 അല്ലേ? അത് 65ഓ? 65ഓ? 55. ഓക്കെ, 55ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ നോക്കാം. രതിൻ രാജ്, നോക്കട്ടെ. അയ്യോ രതിൻ രാജ്, സ്വർണം ഇല്ലല്ലോ. സാരില്ല. രതിൻ രാജ്, വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. മെറി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്. ബൈ. നമ്മളെ വിളിച്ചത് രതിൻ രാജാണ്. രതിൻ രാജ് പറഞ്ഞത് ശരിക്കും നല്ലൊരു കാര്യമാണ്. ഈ വണ്ടി ഓടിക്കുന്നവരും അങ്ങനെയുള്ള തൊഴിൽ മേഖലകളിൽ നിൽക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് ഈ ഓണം, ക്രിസ്മസ്. കാരണം ടൂറിസ്റ്റ് എല്ലാവരും നമ്മുടെ കേരളം തേടി വരുന്ന സമയമാണ്, ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ആ സമയം നമ്മൾ എന്താ പറയുക, ഹോളിഡേ എടുത്ത് വീട്ടിലിരിക്കാതെ അധ്വാനിച്ചാൽ പിന്നീട് നമുക്ക് നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ടിവിയുടെ വോളിയം കൂട്ടി വെച്ചിരിക്കാണോ? പറഞ്ഞോ, പേര് പറഞ്ഞോ. ഗോപിനാഥ്. എവിടുന്നാ വിളിക്കുന്നേ? പാലക്കാട് നിന്നാണ്. ഓക്കെ സർ, വീട്ടിലാരൊക്കെയുണ്ട്?
വൈഫുണ്ട്, അനിയത്തിയുണ്ട്. വൈഫും വൈഫിന്റെ അനിയത്തിയും എല്ലാരും ഉണ്ട്. ക്രിസ്മസ് 3 പേര് പോളൂ. 3 പേര് മാത്രമേ ഉള്ളൂ. ക്രിസ്മസ് ആയിട്ട് എല്ലാരും കൂടി ഒരുമിച്ച് വന്നതാണോ സർ? ഇവിടെ തന്നെ ഞങ്ങൾ. എനിക്ക് സുഖാണ്. ക്രിസ്മസ് ആയിട്ട് എന്താണ് പരിപാടി? എന്ത് പരിപാടി? കുട്ടികൾ വരും. വീട്ടില് വൈനൊന്നും ഇല്ലേ? പേരക്കുട്ടികൾ കോയമ്പത്തൂരാണ്. പേരക്കുട്ടികളൊക്കെ കോയമ്പത്തൂരാണോ? അടുത്താഴ്ച വരും. അവരടുത്ത ആഴ്ച. ഓക്കെ, അവരും കൂടെ വരുമ്പോ ആഘോഷം തുടങ്ങും അല്ലെ? ഒരു കേക്കും ഒരു ബോട്ടിൽ വൈനും ഒക്കെ വെച്ച് നന്നായിട്ട് ആഘോഷിക്കും. ഓക്കെ, അതൊന്നും ഉണ്ടാവില്ല. ശരി, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 47 ആണ് പറഞ്ഞിരിക്കുന്ന നമ്പർ. ഓക്കെ, അപ്പോൾ 47-ൽ സ്വർണ്ണം ഉണ്ടോ നോക്കട്ടെ സർ. ഞാൻ തുറക്കാൻ പോവാണ്. അയ്യോ ക്ഷമിക്കണം സർ, ഇതില് സ്വർണ്ണം ഇല്ല. സാരില്ല, വിഷമിക്കണ്ട. ഓക്കെ, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കുക. എന്തായാലും പേരക്കുട്ടികളോടൊപ്പം നല്ലൊരു ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആഘോഷിക്കാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഈ കുഞ്ഞു കുട്ടികളും മുതിർന്നവരും ഒക്കെ വിളിക്കുമ്പോൾ. കാരണം നമ്മുടെ പരിപാടിയിൽ ആർക്ക് വേണമെങ്കിലും വിളിക്കാം. ഒരു പ്രായപരിധി ഇല്ലാത്തൊരു പരിപാടി ആയതുകൊണ്ട് തന്നെ ഇതൊക്കെയാണ് അതിൻ്റെ ഉദാഹരണങ്ങൾ. ഇതുപോലെ സർ വിളിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഉദാഹരണങ്ങൾ വരും. ആർക്ക് വേണമെങ്കിലും വിളിക്കാം എന്നുള്ളത്. താങ്ക് യു സർ, നല്ലൊരു ക്രിസ്മസ് ആവട്ടെ. അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ശ്രീരഞ്ജിനി. എവിടെന്നാ വിളിക്കുന്നേ? ആലപ്പുഴ. ഓക്കെ, ശ്രീരഞ്ജിനി സുഖമില്ലേ? കോൾഡോ മറ്റോ ആണോ? ഇപ്പൊ മാറിയിരിക്കുന്നു. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഞാൻ ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ഹസ്ബൻഡ്, ഞാന്, എന്റെ അമ്മ 96 വയസ്സ്. അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അമ്മ 96 വയസ്സെന്ന് പറഞ്ഞ ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ക്രിസ്മസിന് എന്താണ് പരിപാടി 3 പേരും കൂടെ? ഒന്നുമില്ല, അമ്മയ്ക്ക് വലിയ കിടപ്പ, നടക്കാനൊന്നുമില്ല. പക്ഷെ ശ്രീരഞ്ജിനി ചേച്ചിയൊക്കെ കാണുമ്പോ ഓർമ്മയും സംസാരിക്കാറൊക്കെ ഉണ്ടോ? സംസാരിക്കാനൊക്കെ പറ്റോ? എന്നെ ഹസ്ബൻഡിനെ അറിയാം. എന്നെ ചിലപ്പം ചേട്ടാന്നൊക്കെ വിളിക്കുന്നത്, വേണുഗോപാലൻ പാട്ടേൽ. വലിയ ഭാഗ്യം കേട്ടോ. പക്ഷെ 96 വയസ്സിലും സ്വന്തം മോളെയും മോനെയും ഒക്കെ കണ്ട് അറിയുന്നു, സംസാരിക്കുന്നു. വലിയ ഭാഗ്യമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ചേച്ചി ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. ഇഷ്ടപ്പെട്ട നമ്പർ, ദീപയുടെ ഡ്രസ് മഞ്ഞയല്ലേ? അതെ, അപ്പൊ മഞ്ഞ തന്നെ തുടങ്ങാം. ആദ്യത്തെ സ്വർണം കിട്ടട്ടെ ഇന്നത്തെ. അയ്യോ, ഏതാ നമ്പർ ഏതാ പറഞ്ഞോ? 19. കഴിഞ്ഞ തവണ വിളിച്ച് എന്റെ അടുത്ത് നമ്പർ ചോദിച്ച ആളല്ലേ ഇത്? ഓ, എനിക്ക് ഇപ്പോഴാണ് കത്തിയത്. ശരി, അപ്പൊ ഞാൻ 19 തുറക്കാൻ പോവാട്ടോ ചേച്ചി. തുറക്കാം. ഓ, തുറക്കണ്ടായിരുന്നു. സ്വർണ്ണ ഇല്ല. സാരില്ല, ലക്കില്ല. പക്ഷെ വിളിച്ച് കിട്ടണില്ലേ 2 തവണ. ഭാഗ്യം ഇങ്ങനെ ചുറ്റും ഇങ്ങനെ പക്ഷെ അത്രയും ബുദ്ധിമുട്ടിന്റെ ഇടയിലും കിട്ടിയില്ലേ? 2ാം തവണ കിട്ടിയില്ലേ? അതാണ്. ഓക്കെ, അപ്പൊ അടുത്ത എന്നിട്ടാണ് ഭാഗ്യമില്ല. എന്റെ അടുത്ത് നമ്പർ പറഞ്ഞു തരൂ. ശരി, സാരില്ല. അപ്പൊ അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കൂ. താങ്ക് യു സോ മച്ച് ചേച്ചി. അമ്മോട് അന്വേഷണം പറയൂ, ഞങ്ങളുടെ സ്നേഹം കൊടുക്കൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ശരി. താങ്ക് യു ചേച്ചി. ഓക്കെ, ബൈ. മെറി ക്രിസ്മസ്. ഓക്കെ, നല്ല ജോളി ആയിട്ടുള്ളൊരു കോളറായിരുന്നു. പക്ഷെ കഴിഞ്ഞ അവനെ വിളിച്ചതിനെക്കാട്ടിലും ഊർജ്ജം ഇത്തിരി കുറവുണ്ടെന്ന്. അതാ ഞാൻ ചോദിച്ചത്, കോൾഡ് പിടിച്ചതാണോ എന്താന്ന്. ഇപ്പം എല്ലായിടത്തും ഒരു വളരെ മോശപ്പെട്ട ഒരു കോൾഡ് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അടുത്തൂടെ ഒരാൾക്ക് പോയാൽ മതി, പിന്നെ അവിടെയുള്ള എല്ലാവർക്കും കിട്ടും. അപ്പോൾ അതോ മറ്റോ ആയിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കുക ചേച്ചി. അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ, നമസ്കാരം. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? കാലിക്കട്ടുന്ന ശരത്ത്. എന്തൊക്കെയാണ് ക്രിസ്മസിന്റെ വിശേഷങ്ങൾ? ആദ്യം അത് പറഞ്ഞു. അടിപൊളി. ക്രിസ്മസിന് തകർപ്പൻ പരിപാടികളാണ്. എങ്ങനെയാണ് നാട്ടിലുള്ള എല്ലാരും കൂടെ ഒരുക്കുന്നത്? വീട്ടിന്റെ അടുത്ത് തന്നെ. ഓ, ചേർച്ച് വീട്ടിന്റെ അടുത്തുണ്ട്. അപ്പൊ പിന്നെ ഒന്നും പറയണ്ട അല്ലേ? ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ കൂടെ?
ഓ എല്ലാരും പുറത്താണുള്ളത്. അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പൊ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ നന്നായി ആഘോഷിക്കൂ. ഓക്കെ, സേഫ് ആയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടൊക്കെ ആഘോഷിക്കൂ. ഓക്കെ ശരത്തെ, ശരി. വലിയൊരു ഫാൻ അഞ്ജു എന്ന പേര്. അഞ്ജു ഒരു ഹായ് പറയും. അഞ്ജു ഹായ്. എനിക്ക് വളരെ സന്തോഷം അറിഞ്ഞതിൽ, അഞ്ജുവിന് എന്നെ ഇഷ്ടമാണെന്ന് അറിഞ്ഞതിൽ. താങ്ക് യു സോ മച്ച്. ഈ അഞ്ജു എവിടെ, ആരാണ് ഈ അഞ്ജു? എന്റെ കസിൻ ആണ്. ഓക്കെ ഓക്കെ, ശരി ശരി. ഓക്കെ, അപ്പൊ അഞ്ജുവിനോട് പ്രത്യേക അന്വേഷണം പറയണം കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്നാലും. ഓക്കെ ഓക്കെ, അപ്പൊ ശരത്തെ നമ്പർ പറഞ്ഞോ, നമുക്ക് സ്വർണം കിട്ടുമെന്ന് നോക്കാം. നമ്പർ 41ന്റെ ഉള്ളിൽ സ്വർണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് അഞ്ജുവിന് കൊടുത്തേക്കാം. എന്തേ? ഓക്കെ, അപ്പൊ 41 ഞാൻ തുറന്നു നോക്കാൻ പോവാണ്. അയ്യോ ഇല്ല. അപ്പൊ എനിക്ക് ശരത്തിന്റെ മനസ്സിലിരിപ്പ് എന്താന്ന് മനസ്സിലായി. ശരത്ത് ഇപ്പൊ വിചാരിക്കുന്നു, ഓ ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടി വന്നേനല്ലോ. അടുത്ത ആഴ്ച നോക്കാം. ഓക്കെ, താങ്ക് യു ശരത്. ബൈ ബൈ, ടേക്ക് കെയർ. ഓക്കെ, അപ്പൊ നമ്മൾ വിളിച്ചത് ശരത്താണ് കാലിക്കറ്റിന്ന്. ഇവിടെയൊക്കെ അങ്ങനെ എനർജി ഇങ്ങനെ പടരുകയായിരുന്നു, അത്രമാത്രം എനർജി ആയിരുന്നു ശരത്തിന്. താങ്ക് യു ശരത്. ശരത്തിന്റെ ശബ്ദത്തിലെ ആഘോഷ തിമിർപ്പ് ഞങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ നന്നായി ആഘോഷിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത കോളർ ആരാന്ന് നോക്കാം. ഹലോ ഹലോ. ഓക്കെ, നമുക്ക് കോൾ ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഇതേപോലെയുള്ള ആഘോഷവേളകൾ, ഇപ്പോൾ ഓണമാണെങ്കിലും ശരി, ദീപാവലി ആണെങ്കിലും ശരി, വലിയ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും ഭയങ്കര ഒരു ഉന്മേഷത്തിലായിരിക്കും, വല്ലാത്തൊരു ഹാപ്പിനെസ്സും എക്സൈറ്റ്മെൻറ്റിലും ആയിരിക്കും. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സേഫ്റ്റി മറക്കണ്ട. ഓക്കെ, ഇപ്പം ക്രിസ്മസിന് വൈനൊക്കെ ഇത്തിരി നമ്മൾ വൈനൊക്കെ ചിലപ്പോൾ എടുത്തു വന്നിരിക്കും. അപ്പോൾ ഒക്കെ വളരെ കെയർഫുൾ ആവുക, എന്നിട്ട് വണ്ടി ഓടിക്കാതിരിക്കുക. ഓക്കെ, വളരെ കെയർഫുൾ ആയിട്ട് ആഘോഷിച്ചാൽ ജീവിതകാലം മുഴുവൻ ആഘോഷിക്കാം. ഓക്കെ, ഓൾ റൈറ്റ്. സോ ഓൺ ദാറ്റ് നോട്ട് നമുക്ക് പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലെ ആദ്യത്തെ ബ്രേക്കിലേക്ക് കടക്കാം. ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. ദിസ് ഇസ് ദീപ വിത്ത് യു ഓൺ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. ഏവർക്കും വീണ്ടും സ്വാഗതം. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് നമ്മുടെ ആദ്യത്തെ ബ്രേക്കിന് ശേഷം നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ബ്രേക്കിന് പോകുന്നതിന് മുൻപ് ആർക്കും തന്നെ നമുക്ക് സ്വർണം കൊടുക്കാൻ സാധിച്ചില്ല. പക്ഷേ ബ്രേക്ക് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്കൊരു സമ്മാനം കിട്ടിയെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഓർണമെൻ്റ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് ഡയമണ്ടിൻ്റെ നെക്ലേസ് ആണ്, അതേപോലെ ഡയമണ്ടിൻ്റെ വളയുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ ഇത് ബ്രേസ്ലെറ്റ്. പ്രത്യേകിച്ച് ഇതിൻ്റെ നടുക്കലത്തെ ആ റൂബി, ഇറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയമണ്ട് തന്നിരിക്കുന്നത് പോത്തി സ്വർണ്ണമഹലാണ്. ആൻഡ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇപ്പം ഈ ഒരു സമയത്ത് ഈ ഡയമണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ 31 വരെ പോത്തി സ്വർണ്ണമഹലിൽ വളരെ അട്രാക്റ്റീവായ ഒരു ഡയമണ്ട് ഓഫർ നടക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും ഡയമണ്ടിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഒരു മൂക്കുത്തിയോ ചെറിയ സ്റ്റഡ്സോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇതുപോലെയുള്ള നെക്ലസസോ എവിടെയെങ്കിലും വാങ്ങിയതുണ്ടാവും. പക്ഷെ അത് നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് വാങ്ങിയത് മറ്റൊരു സ്ഥലത്ത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പലപ്പോഴും പറ്റാറില്ല. പക്ഷേ ഈ വരുന്ന ഡിസംബർ 31 വരെ പോത്തി സ്വർണ്ണമഹലിൽ വളരെ നമ്മളെല്ലാവരും ആഗ്രഹിച്ച ഒരു ഓഫറാണ്. എവിടെ വാങ്ങിയ ഡയമണ്ട് ആണെങ്കിലും പോത്തി സ്വർണ്ണമഹലിൽ ഡയമണ്ടിന് എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഇത്രയും ഭംഗിയുള്ളതാണെങ്കിൽ ആരും എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കില്ല കേട്ടോ ശരിക്കും. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഡയമണ്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിയതായതുകൊണ്ട് മാത്രം എക്സ്ചേഞ്ച് ചെയ്യാതെ കയ്യിൽ, അപ്പോൾ പിന്നെ വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് വേണം ബാക്കി ജ്വല്ലറി വാങ്ങാൻ അല്ലേ. അങ്ങനെ ആരെങ്കിലും വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഡിസംബർ 31 വരെ നിങ്ങൾക്ക് പോത്തി സ്വർണ്ണമഹലിലേക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഡയമണ്ട് എന്തെങ്കിലും ഓർണമെൻറ്റ്സുമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ഓഫർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ക്രിസ്മസും ന്യൂ ഇയറും ഒരു ഡയമണ്ട് പോലെ ഷൈനിങ് ആയൊരു സെലിബ്രേഷൻ ആവാൻ വേണ്ടി പോത്തി സ്വർണ്ണമഹൽ നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ഓഫറാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ, അപ്പോൾ എന്തായാലും ഓൺ ദാറ്റ് നോട്ട് നമുക്ക് ഇന്ന് ആരും തെറ്റിദ്ധരിക്കരുത്, ഇതിനുള്ളിരിക്കുന്ന സ്വർണ്ണ കോയിൻസ് മാത്രമാണ്, ഡയമണ്ട് കോയിൻസ് നമ്മൾ ഇത്തവണ വെച്ചിട്ടില്ല. ഡയമണ്ട് ഒക്കെ കണ്ട് എല്ലാവരും വിചാരിക്കും ഓ അപ്പോൾ ഇനി സ്വർണ്ണവർഷത്തിലെ ഡയമണ്ട് ആയിരിക്കും എന്ന്. അങ്ങനെയില്ല, ഡയമണ്ട് എൻ്റെ ദേഹത്ത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്നതൊക്കെ സ്വർണ്ണ നാണയങ്ങൾ തന്നെയാണ്. അപ്പോൾ അടുത്ത കോളർക്ക് സ്വർണ്ണ നാണയം കിട്ടുമോ നോക്കാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? രാഹുൽ. രാഹുൽ എവിടെ നിന്നാണ് വിളിക്കണേ? ഞാൻ തമലത്ത് നിന്നാണ്. ഏത് സ്ഥലം? തമലം കരമന. തമലം കരമന അല്ലേ? അതെ. ഓക്കെ, അപ്പൊ മെറി ക്രിസ്മസ് രാഹുൽ. ഹാപ്പി ക്രിസ്മസ്. എന്ത് ചെയ്യണേ രാഹുൽ?
ഞാൻ ഒരു ഡ്രൈവറായിട്ടാണ് സാറിൻ്റെ കൂടെ. ആഹാ, ഓക്കെ. അപ്പൊ നേരത്തെ ഒരു ഇതേപോലെ ഒരു ഡ്രൈവർ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു ദാറ്റ് ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ സമയത്താണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഓട്ടം വരുന്നതും ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് ഓട്ടം. ശരിയാണോ? അതെ 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 അതെ. വെരി ഗുഡ്. അപ്പൊ നല്ല ബിസി ആയിട്ടുള്ള ടൈമാണ് ഇപ്പം അല്ലേ? അതെ 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 അതെ. അപ്പൊ ഇതിന്റെ ഇടയിൽ കുടുംബത്തോടൊപ്പം ക്രിസ്മസ് ന്യൂ ഇയർ ഒന്നും ചെറിയ രീതിയിലെങ്കിലും ആഘോഷിക്കാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ രാഹുൽ, അപ്പൊ ഇഷ്ടപ്പെട്ട ഒരു നമ്പർ പറഞ്ഞോളൂ. സ്വർണ്ണനാണയം കിട്ടുമോ നോക്കാം, പറഞ്ഞോളൂ. 65 അതെ 65. ഓക്കെ, 65-നുള്ളിൽ സ്വർണ്ണം ഉണ്ടോ രാഹുൽ? ഇന്ന് നമുക്ക് ആർക്കും സ്വർണം കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ സ്വർണ്ണം ഉണ്ടോ നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. അയ്യോ രാഹുൽ, സ്വർണ്ണം ഇല്ല. അയ്യോ, നമുക്ക് നെക്സ്റ്റ് ടൈം നോക്കാം. നെക്സ്റ്റ് ടൈം നോക്കാം. രാഹുൽ കുറെ പ്രാവശ്യം വിളിച്ചിട്ടാണോ കിട്ടിയേ? അതെ അതെ, ഞാൻ ഒരു 10-15 മിനിറ്റ്സ് ആയിട്ട് ട്രൈ ചെയ്യുന്നു. ഇപ്പോഴാണ് കിട്ടിയത്. അവസാനം കിട്ടിയപ്പോ സ്വർണ്ണം പോയി. സാരില്ല, വീണ്ടും വിളിച്ചു കിട്ടിയില്ലേ? അപ്പൊ ദാറ്റ് മീൻസ് ലക്ക് ഇസ് റൗണ്ട് ദ കോർണർ. എപ്പോഴെങ്കിലും കിട്ടും കേട്ടോ. താങ്ക് യു സോ മച്ച് രാഹുൽ. വീണ്ടും വിളിക്കാം. താങ്ക് യു സോ മച്ച്. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ശരിക്കും രാഹുൽ വിളിച്ചപ്പോഴും വളരെ പ്രതീക്ഷയോടെയാണ് 65 പറഞ്ഞത്. പക്ഷെ 65-നുള്ളിലും സ്വർണ്ണം ഇല്ല. പക്ഷെ ഇന്ന് ഇതുവരെ ആർക്കും സ്വർണ്ണം കിട്ടിയിട്ടില്ല കേട്ടോ. അടുത്ത കോളറിന് കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പേര് സജയ്. സജയ് എവിടുന്നാ വിളിക്കുന്നേ? കൊല്ലം മുളങ്കാടകം. ആഹാ, ഈ ചുറ്റും ആരും ഇല്ലല്ലോ. ഏതെങ്കിലും മുറിക്കകത്ത് ഒളിച്ചിരുന്ന് വിളിക്കുകയാണോ? ഒരു ബഹളവും കേൾക്കുന്നില്ലല്ലോ. അകത്ത് ബഹളമായതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയിരുന്നു. അകത്ത് ബഹളമായതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയത്. വീടിന്റെ പുറത്തിറങ്ങി നിന്ന് വിളിക്കാണോ? മുറ്റത്ത് ഇറങ്ങി വിളിക്കാണ്. ഓക്കെ, അപ്പൊ സജയ് ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 53 ആണ് പറഞ്ഞിരിക്കുന്ന നമ്പർ. 53-യുടെ ഉള്ളിൽ സ്വർണ്ണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. ദൈവമേ, ഇല്ല സജയ്. മുറ്റത്തൊന്നും ഇറങ്ങി നിന്നിട്ട് ഒരു കാര്യമില്ല, സ്വർണം കിട്ടിയില്ല. സാരില്ല. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. മെറി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പം എന്തായാലും പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിന്റെ വാട്സാപ്പിലേക്ക് നിങ്ങൾ അയക്കേണ്ട സമയം 12:45 വരെയാണ്. മറക്കണ്ട. അയക്കേണ്ട നമ്പർ അറിയാലോ. ഇപ്പൊ ചാനൽ മാറ്റി വന്ന് ECV കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. 8086011443 ആണ് നിങ്ങൾ വിളിക്കേണ്ട നമ്പർ. വിളിക്കുകയല്ല, വാട്സാപ്പ് ചെയ്യേണ്ട നമ്പർ. ഒരു കാരണവശാലും നമ്പറിലേക്ക് വിളിക്കരുത്. വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം സ്ലോ ആവും. അതുകൊണ്ട് വാട്സാപ്പിലേക്ക് മാത്രം അയക്കുക, മെസ്സേജ് അയക്കുക. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ, ഇപ്പോൾ ഇതുവരെ കോൾസിൽ വിളിച്ച ആർക്കും തന്നെ സ്വർണം കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന നമ്പർ നിങ്ങൾ മെസ്സേജ് അയക്കുക. പേരും സ്ഥലവും വെക്കാൻ മറക്കണ്ട. എന്നിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുക. 12:45 വരെയാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ട സമയം. നമ്മുടെ അടുത്ത കോളർ റെഡി ആണെന്ന് തോന്നുന്നു. ആരാണെന്ന് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? അബ്ദുൽ ഖാദർ. അബ്ദുൽ ഖാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എവിടുന്നാ വിളിക്കണേ? കാരക്കാട്. ഓക്കെ. പിന്നെ അബ്ദുൽ ഖാ, എന്തൊക്കെയാണ് ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ എന്താണ് പരിപാടികൾ? സുഖമായിരിക്കണോ? ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കില്ലേ? ന്യൂ ഇയറിന് എവിടെയെങ്കിലും യാത്രയോ മറ്റോ ഉണ്ടോ കുടുംബമായിട്ട്? എന്താ? കുട്ടിയെ പറഞ്ഞയക്കാനുണ്ട് എന്ന് വെച്ചാൽ എന്താ? യാത്രക്ക് ടൂർ പോണ്ട്. ആരാ പോണേ? കുട്ടികള്. അപ്പൊ കൂടെ എന്താ അതൊക്കെ പോകുന്നില്ലേ കുട്ടികളോടൊപ്പം? പിള്ളേർക്ക് മാത്രമായിട്ടുള്ള ടൂർ. അപ്പൊ നമ്മള് പ്രായമായവര് നമ്മള് മാത്രമായിട്ടുള്ള ടൂറും പോണം. ആഹാ, അത് കൊള്ളാലോ. ശരി. അപ്പൊ എന്തായാലും അവരാഘോഷിക്കട്ടെ. ഓക്കെ, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. ടെലിവിഷന്റെ വോള്യൂം കുറവല്ല. 69. ഓക്കെ, 69-നുള്ളിൽ സ്വർണ്ണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോക്കട്ടെ. അയ്യോ, സ്വർണ്ണം ഇല്ലല്ലോ അബ്ദുൽ ഖാദർ. സാരില്ല, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ കുട്ടികളൊക്കെ യാത്ര പോകുമ്പോ എല്ലാവരും നല്ല സേഫ് ആയിട്ടൊക്കെ യാത്ര പോവാൻ പ്രാർത്ഥിക്കാം. ഓക്കെ, അടിച്ചു പൊളിച്ചിട്ട് വരട്ടെ. താങ്ക് യു സോ മച്ച്. മെറി ക്രിസ്മസ്.
ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് അബ്ദുൽ ഖാദറാണ്, കാരക്കാട് നിന്നാണ് വിളിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിന്റെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പേര് എന്റെ മകന്റെ വൈഫിന് വേണ്ടിയാണ്. ഡഫാണ്. ഓക്കെ ഓക്കെ ഓക്കെ, പേര് പറയാമോ? അവളെ പേര് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി കാണുന്നുണ്ടോ? ഇപ്പം പരിപാടി കാണുന്നുണ്ടോ ശ്രീലക്ഷ്മി? കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു ഹായ്. ഓക്കെ, ശ്രീലക്ഷ്മിക്ക് ഹായ് കാണാൻ പറ്റുമല്ലോ. ശ്രീലക്ഷ്മിക്ക് ഹായ് തിരിച്ചു പറഞ്ഞു. ഓക്കെ, ഒരു ഓക്കെ ഓക്കെ ശ്രീലക്ഷ്മിക്ക്. അപ്പം ഈ വിളിക്കുന്ന അമ്മയുടെ പേര് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് സുധ. സുധ, ഓക്കെ ഓക്കെ. നല്ലൊരു മദറാണ് കേട്ടോ, മരുമകൾക്ക് വേണ്ടി വിളിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. ഓക്കെ, മകന്റെ പേര് പറയൂ. മകന്റെ പേര് കിഷൻ ദാസ്. കഴിഞ്ഞ പ്രാവശ്യം അവന് സ്വർണം കിട്ടിയതാണ്. ആഹാ, സ്വർണം കിട്ടിയില്ലേ? ഓക്കെ, അടിപൊളി. ഓക്കെ, അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ സുധമ്മ. 45 പറഞ്ഞിരിക്കുന്നത്. സുധമ്മയുടെ എന്താ പറയാ, സുന്ദരിയായ മരുമകൾക്ക് വേണ്ടിയിട്ട് 45 സ്വർണ്ണ നാണയം ഉണ്ടോ നമുക്ക് നോക്കാം. 45 തുറക്കാൻ പോവാണേ. അയ്യോ, സ്വർണ്ണ ഇല്ല ശ്രീലക്ഷ്മി. സാരില്ല കേട്ടോ. ഓക്കെ, സാരില്ല ശ്രീലക്ഷ്മി, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, സാരില്ല, അമ്മ വീണ്ടും വിളിക്കൂ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. താങ്ക് യു സോ മച്ച്. അപ്പം നമ്മളെ വിളിച്ചത് സുധ എന്ന അമ്മയാണ്, മരുമകൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ശ്രീലക്ഷ്മിക്ക് വേണ്ടി വിളിച്ചതാണ്, പക്ഷെ സ്വർണ്ണം കിട്ടിയില്ല. സാരില്ല. ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കിങ്ങനെ സാധാരണ നമ്മുടെ സാധാ ഓർണമെൻറ്റ്സ് ഒക്കെ ഇടുന്ന സമയത്ത് നമുക്ക് തന്നെ അത് എത്ര ഭംഗിയുള്ളതാണെങ്കിലും ഒരു മാജിക് ഇത്തിരി കുറവാണ്. അത് നമ്മൾ തിരിച്ചറിയുന്നത് ഇപ്പോൾ ഇതിടുമ്പോഴാണ്. നിങ്ങൾക്ക് ടെലിവിഷനിൽ അത് എത്രമാത്രം അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അറിയില്ല, പക്ഷേ ഇതിടുമ്പോൾ തന്നെ നമുക്ക് ശരീരത്തിന് ഒരു നല്ലൊരു മാജിക്, ഒരു ഗ്ലോ വരുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. വെരി ബ്യൂട്ടിഫുൾ ഓർണമെൻറ്റ്സ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോത്തി സ്വർണ്ണമഹൽ എന്നുള്ള ഓർണമെൻറ്റ്സ് ആട്ടോ ഇത്. അപ്പം നിങ്ങൾക്കും പോത്തി സ്വർണ്ണമഹലിൽ പോയാൽ ഇതേപോലെ ഡയമണ്ട് ധാരാളം, ഇപ്പം ഫെസ്റ്റീവ് സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഡയമണ്ട് ഏറ്റവും വലിയ പ്രത്യേകത അവരിപ്പോൾ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ കയ്യിൽ ഡയമണ്ട് ഓർണമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിപ്പോൾ എവിടെ നിന്ന് പർച്ചേസ് ചെയ്തതാണെങ്കിലും നിങ്ങൾക്ക് പോയി ഇതുപോലെ ഭംഗിയുള്ള ബ്രേസ്ലെറ്റ്സോ മാലയോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് എന്താ എടുക്കണമെന്ന് വെച്ചാൽ എടുക്കാം. യു നീഡ് ടു ജസ്റ്റ് ക്യാരി ദി സർട്ടിഫിക്കറ്റ്. ഡയമണ്ടിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം ക്യാരി ചെയ്താൽ മതി. അത് എവിടെ നിന്ന് പർച്ചേസ് ചെയ്തതാണെങ്കിലും December 31 മാത്രമേ ഉള്ളൂ, ടിൽ December 31. ഓക്കെ, അതുവരെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഗോ ഹെഡ് ആൻഡ് വിസിറ്റ് ദ സ്റ്റോർ പോത്തി സ്വർണ്ണമഹൽ. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ അടുത്ത കോളർ ആരാന്ന് നോക്കാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ഇത് ആരാണ്? ആരുഷി രാഹുൽ. ആരുഷി, ഓടിപ്പോയ ടിവിയുടെ വോള്യൂം ഒന്ന് കുറയ്ക്കൂ കേട്ടോ. പെട്ടെന്ന് വേണം, കുറച്ചു. ഓക്കെ, ആരുഷി ഏത് ക്ലാസ്സിലാ? സെക്കൻഡ് സ്റ്റാൻഡേർഡ്. അയ്യോ, എനിക്ക് എങ്ങനെ ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലായി ചോദിക്കേ. കറക്റ്റാ. ഓക്കെ, ആരുഷി ഒരു പാട്ട് പാടി തരുമോ? അങ്ങ് വാനക്കോണിൽ പാടരുത്, വേറെ ഏതെങ്കിലും ഒരു പാട്ട് പാടി തരുമോ ആരുഷി? വേറെ ഒന്നും ഒരു ഇതേ അറിയുള്ളൂ, എങ്കിൽ ഇത് പാടിക്കോളൂ. कितनों की लव स्टोरिया केसरी ഇത് ഓടി 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 തളർന്നു ഞങ്ങള്. ആരുഷി ഓടുന്നതിന്റെ പിന്നാലെ ഓടി ഞങ്ങൾ ക്ഷീണിച്ചു. ഇത് എന്തൊരു ഓട്ടാണ്. പക്ഷെ ആരുഷി നന്നായി പാടിട്ടോ, ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ പാട്ടൊന്ന് കണ്ടുപിടിക്കാൻ ഇത്തിരി താമസിച്ചു, കാരണം അമ്മാതിരി സ്പീഡിലല്ലേ പാടുന്നത്, അതുകൊണ്ട്. ഓക്കെ, മിടുക്കി കുട്ടി, നന്നായി പാടിട്ടോ. താങ്ക് യു സോ മച്ച് ആരുഷി. അപ്പൊ ഇനി നമുക്ക് ഇത്തിരി സ്വർണ്ണമൊക്കെ വേണ്ടേ? ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. ഏതാ? 12 ആണോ? ഓക്കെ, നമ്മുടെ ആരുഷി കുട്ടിക്ക് വേണ്ടി 12ന്റെ ഉള്ളിൽ ഒരു സ്വർണ്ണം ഒളിച്ചിരിപ്പുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം. 12 ഞാൻ തുറക്കാൻ പോവാണ്. നോക്കിക്കോളൂ. അയ്യോ ആരുഷി,
അടുത്ത പ്രാവശ്യം ചെയ്യാം. അടുത്ത പ്രാവശ്യം വിളിക്കോ? പ്രോമിസ് ആണോ? പ്രോമിസ്? Okay. ഓക്കെ ആരുഷി, അടുത്ത പ്രാവശ്യം ഇത്ര സ്പീഡിൽ പാടാതെ കുറച്ചും കൂടെ, കാരണം ആരുഷിയുടെ അത്ര എനർജി ഞങ്ങൾക്ക് ഇല്ല. അപ്പൊ ഞങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് ഒന്ന് പാട്ട് പാടണം കേട്ടോ. Okay. താങ്ക് യു, ബൈ ബൈ. Happy ശരി, അപ്പൊ നമ്മളെ വിളിച്ചത് ആരുഷിയാണ്. ആരുഷിക്കും സ്വർണം കിട്ടിയില്ല. നമ്മുടെ അടുത്ത കോളർ വെയിറ്റ് കാണുന്ന ആരാണെന്ന് നോക്കാം. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എന്റെ പേര് ദിലീപ് കുമാർ. ദിലീപ് കുമാർ, എവിടുന്നാ വിളിക്കുന്നേ? പെരുമ്പുഴ. എവിടുന്നാ? പെരുമ്പുഴ. പെരുമ്പുഴ. പെരുമ്പുഴ അല്ലേ? ആ, ശരി. പെരുമ്പുഴ, കുണ്ട്ര പെരുമ്പുഴ. ഓക്കെ, എന്താ ചെയ്യുന്നേ? ഞാനൊരു ഫർണിച്ചർ കട നിൽക്കുക. ഫർണിച്ചറുടെ നിൽക്കുന്നത്, അതിന് ചുറ്റും നല്ല ബഹളമുണ്ട് അല്ലേ? ആ, അതെ. ശരി ശരി, ഓക്കെ. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ദിലീപ് കുമാർ. 43. 43. നല്ല പേരാണല്ലോ ദിലീപ് കുമാർ. അതെ, ഒരു സൂപ്പർ സ്റ്റാറിന്റെ പേരല്ലയോ? സൂപ്പർ സ്റ്റാറിന്റെ പേരാണ്. അതേപോലെ എനിക്ക് നമ്മുടെ ദിലീപേട്ടന്റെ സിനിമയില്ലേ, കുഞ്ഞിക്കൂനൻ സിനിമയില്ലേ, അതിൽ ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. എന്റെ പേര് ദിലീപ് കുമാർ, പക്ഷെ ബാക്കിയുള്ളവർ എന്നെ കുഞ്ഞിക്കൂനൻ വിളിക്കുമേ. അതിന് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. പക്ഷേ ഈ ദിലീപ് കുമാർ ശരിക്കും ദിലീപ്, നമ്മുടെ സൂപ്പർ സ്റ്റാർ ദിലീപ് കുമാറിനെ പോലെ ഹാൻസം ആയിരിക്കും. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് 43 നമ്പർ തുറക്കാം, നോക്കിക്കോളൂ. അയ്യോ സൂപ്പർ സ്റ്റാറേ, സ്വർണ്ണം ഇല്ലല്ലോ. ഇല്ലെന്നേ, സാരില്ല, സാരി വീണ്ടും വിളിക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മൾ ഈ കോളേഴ്സ്, ഈ ലൈവ് ഷോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പല തരത്തിലുള്ള കോളേഴ്സാണ് വിളിക്കുക. ചിലരോട് നമ്മൾ തമാശ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമാവില്ല. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ ആളെ എങ്ങനെയാ തമാശ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് ഒന്ന് നോക്കിയിട്ടാണ് തമാശ പറയുക. ആദ്യം ദിലീപ് കുമാർ പറഞ്ഞപ്പോഴേ എനിക്ക് ആ സീൻ ഓർമ്മ വന്നത്. പക്ഷേ ഞാൻ പതുക്കെ സൂപ്പർ സ്റ്റാർ ദിലീപ് കുമാറിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് പതുക്കെയാണ് ഞാൻ കുഞ്ഞുകുഞ്ഞിനെ അവതരിപ്പിച്ചത്. പക്ഷേ ആൾ ജോളി ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഖദീജ. ഖദീജ, എവിടുന്നാ വിളിക്കുന്നേ? കാരക്കാട്. കാരക്കാട് നമ്മുടെ രണ്ടാമത്തെ കോളർ ആണല്ലോ. എന്താ ചെയ്യണേ അവിടെ? മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ ആഘോഷിച്ചിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ കുടുംബമൊക്കെ ആയിട്ട് എവിടെയെങ്കിലും യാത്രയുണ്ടോ? കുടുംബം എവിടെയെങ്കിലും ഒത്തുചേരുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ശരി. ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 32. 42? 32. ഓ, ഖദീജ ചേച്ചിയാണ് ആദ്യമായിട്ട് 30കളിൽ ഒരു നമ്പർ പറഞ്ഞത് കേട്ടോ. അതിൽ സ്വർണ്ണം ഉണ്ടോ നമുക്ക് നോക്കാം. 32 ഞാൻ തുറന്നു നോക്കാൻ പോണു. അയ്യോ സോറി, സ്വർണ്ണ നാണയം ഇല്ല കേട്ടോ. പോയാ? സാരില്ല, വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്, ബൈ. നമ്മളെ വിളിച്ചത് ഖദീജ ചേച്ചിയാണ്, കാരക്കാട് നിന്നാണ് വിളിച്ചത്. 32 പറഞ്ഞത്. ഓക്കെ, ഈ 30കൾ നിങ്ങൾ എല്ലാവരും ഉപേക്ഷിച്ചിട്ടിരിക്കുകയാണ്. 20കളും നിങ്ങൾ ഉപേക്ഷിച്ചിട്ടിരിക്കുകയാണ്. ഇത് എത്ര നല്ലൊരു സ്വഭാവമല്ല കേട്ടോ. എല്ലാത്തിലും ഇങ്ങനെ നോക്കണം, എന്നാലും എവിടെയെങ്കിലുമൊക്കെ സ്വർണം കിട്ടൂ. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? മായ, എവിടുന്നാ വിളിക്കുന്നേ? യോ, ദൂരേന്നാണല്ലോ സംസാരിക്കുന്നത്. എവിടുന്നാ? കൊല്ലം ചവറ. ഓക്കെ, ശരി. അപ്പൊ മായ എന്താ ചെയ്യുന്നേ? ടീച്ചറാണോ? ഹൗസ് വൈഫാണ്. ഒരു ടീച്ചറിന്റെ സ്വരം എനിക്ക് തോന്നി സംസാരത്തിൽ. ഓക്കെ, അപ്പൊ മായ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 22 മായ പറഞ്ഞിരിക്കുന്നത്. ശരി, മായയുടെ കൂടെ ആരൊക്കെയാ ഉള്ളത് ഇപ്പൊ വീട്ടില്? മായ മക്കളും അമ്മയുണ്ട്. ശരി, 22 ഞാൻ തുറന്നു നോക്കാൻ പോവാണ്. എല്ലാരും നോക്കിക്കോളൂ. മായ, കൺഗ്രാറ്റുലേഷൻസ്, സ്വർണ്ണ നാണയം അടിച്ചിരിക്കണോ? അയ്യോ, ഒരു താങ്ക് യു ഇല്ല, ഒതുക്കാൻ പറ്റില്ല. ഒന്ന് തുള്ളിച്ചാടൂ സന്തോഷിച്ച്. ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡില് ഏതാ ഇന്നത്തെ ഡേറ്റ് 22 ആയതുകൊണ്ട് 22. ആഹാ, മിടുക്കി, കൊള്ളാം. അപ്പൊ ഇനി അടുത്ത ആഴ്ച എല്ലാരും അടുത്ത ആഴ്ചത്തെ ഡേറ്റ് വെച്ച് 29 പറയും. അപ്പൊ 29 സ്വർണ്ണം കാണില്ല. അതാണ് നമ്മുടെ പരിപാടിയുടെ പ്രത്യേകത. ഓക്കെ, അപ്പൊ എന്തായാലും മായ, ഒരുപാട് സന്തോഷം കേട്ടോ. ശരി, താങ്ക് യു സോ മച്ച്, ബൈ. ഓ,
അങ്ങനെ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ സ്വർണം നമുക്ക് മായക്കാണ് കൊടുക്കാൻ പറ്റിയത്. 22 മായ പറഞ്ഞത്. 22-ൻ്റെ ഉള്ളിൽ സ്വർണം ഉണ്ടായിരുന്നു. സോ ഇത്രയും നേരത്തെ പലരും 20 ഞാൻ പറഞ്ഞു 20കളും 30കളും ഒന്നും നിങ്ങളിങ്ങനെ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞു. എൻ്റെ വാക്ക് കേട്ടാണ് മായ എന്തായാലും 22 പറഞ്ഞത്. പക്ഷേ എപ്പോഴും എൻ്റെ വാക്ക് കേൾക്കരുത്, കാരണം എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇതിൽ എവിടെയാണ് സ്വർണ്ണം ഇരിക്കുന്നത്. ഓക്കെ, ശരി. എന്തായാലും മായ, കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? മീനാക്ഷി. മീനാക്ഷി, എവിടുന്നാ വിളിക്കണേ? ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വിളിക്കുന്നത്. എന്താ ചെയ്യുന്നേ മീനു? ഞാൻ പഠിക്കുവാണ് ഇപ്പം. എന്താ പഠിക്കണേ? എന്തിനാ? B.Com. അതല്ല ചോദിച്ചേ, എന്തിനാ പഠിക്കണേ? നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ലാന്നേ. ശരി, ഓക്കെ. ആ സിനിമ കണ്ടുണ്ടോ മീനു? കണ്ടിട്ടില്ല? അതാണ് പിന്നല്ലേ ഞാൻ പറഞ്ഞതുപോലെ തോന്നില്ല. അങ്ങനെയല്ല, ഗോഡ് ഫാദർ സിനിമയ്ക്കകത്ത് ഇന്നസെന്റ് ജഗദീഷിനോട് ചോദിക്കുന്ന ഡയലോഗാണ്, നീ എന്തിനാ പഠിക്കണേ? അപ്പൊ ഞാൻ LLB സെക്കൻഡ് ഇയർ. അതല്ല, നീയൊക്കെ എന്തിനാ പഠിക്കണേ? ഒരു കാര്യമില്ല പഠിച്ചിട്ട്. ആ ഡയലോഗ് പറഞ്ഞതാണ് ഞാൻ, കേട്ടോ. അല്ലെങ്കിൽ മീനാക്ഷി വിചാരിക്കും ഈ ചേച്ചി കൊള്ളാലോ, വിളിച്ചോണ്ട് തന്നെ നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ശരി. അപ്പൊ മീനു, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 44. ഓക്കെ, 44-നുള്ളിൽ സ്വർണ്ണം ഉണ്ടോ എന്ന് നോക്കട്ടെ മീനു. ഓക്കെ, തുറക്കാൻ പോവാണ്, നോക്കിക്കോളൂ. അയ്യോ, സ്വർണ്ണം ഇല്ലല്ലോ. സാരില്ല മീനു, വീണ്ടും വിളിക്കാം കേട്ടോ. മീനു, സിനിമയൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. അങ്ങനെ സിനിമ പ്രേമിയല്ല. സിനിമ പ്രേമിയല്ല, അതാണ് ആ ഡയലോഗ് മിസ്സായി പോയത്. സാരമില്ല. ഓക്കെ, അപ്പൊ വീണ്ടും വിളിക്കാം. താങ്ക് യു സോ മച്ച് മീനു. ബൈ. ഓക്കെ, മീനാക്ഷിക്ക് ധാരാളം ഇതുണ്ട്. എന്താ ഓട്ടോ സിനിമ, ഇതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് ഞായറാഴ്ചയിൽ ഇരുന്ന് കാണൂ. ഇതൊക്കെ കണ്ടിരിക്കേണ്ട സിനിമകളാണ്. ഗോഡ് ഫാദർ, ഓട്ടോ, ഇതൊക്കെയാണ് നമ്മുടെ മലയാള സിനിമയുടെ സുവർണ്ണകാലം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. കോൾ കണക്റ്റഡ് ആണെന്ന് തോന്നുന്നു. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ശുഭ. എവിടുന്നാ വിളിക്കുന്നേ? മുക്കം, കോഴിക്കോട് ജില്ലയിലെ മുക്കം. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. മെറി ക്രിസ്മസ്. താങ്ക് യു. എന്താ ചെയ്യുന്നേ? ഞാൻ ഹൗസ് വൈഫാ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? മക്കളൊക്കെ? 2 കുട്ടികളെ. ഒന്ന് ചെറുത് 3 വയസ്സായിട്ടുള്ളൂ. അത് ശരി. ഇപ്പൊ വിളിച്ചോണ്ടിരുന്നത് വേഗം കോള് ആയപ്പോ കണക്ട് ആയപ്പോ എന്റെ അടുത്ത് തന്നെ. അത് ശരി. അല്ല, മൂത്താളുടെ കാര്യം കേട്ടില്ല. ചെറുത് 3 വയസ്സായിട്ടുള്ളൂ. മൂത്താളോ? ഒരാള് 5ാം ക്ലാസ്സിലാ. 5ാം ക്ലാസ്സിലാണ്. ഓക്കെ, അപ്പൊ മൂത്താള് നന്നായിട്ട് നോക്കിക്കോളോ ഇളയാളെ? അതോ ആ വഴിക്ക് തിരിഞ്ഞു നോക്കില്ലേ? അല്ല, നോക്കൊക്കെ ചെയ്യും അല്ലേ? ശരി. അപ്പൊ ശുഭ, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 35 ആണ്. 35-ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ വിളിക്കുന്നത് ശുഭയാണ്. അയ്യോ ശുഭ, സ്വർണ്ണം ഇല്ല കേട്ടോ. സാരില്ല ശുഭ, വീണ്ടും വിളിക്കുക. എങ്ങനെയാ, സ്വർണ്ണമൊക്കെ ഇഷ്ടമുള്ള ആളാണോ? ഇടയ്ക്ക് വിളിക്കാറുണ്ട്, കിട്ടാറില്ല. നാട്ടിലേക്ക് കിട്ടിയതാ. ശരി. അല്ല, ഞാൻ ചോദിച്ചത് സ്വർണ്ണമൊക്കെ ഇഷ്ടമുള്ള ആളാണോ എന്നാ ചോദിച്ചേ. മോൾക്ക് ഇഷ്ടമാണ് സ്വർണ്ണവും ഡയമണ്ടും ഒക്കെ ഇഷ്ടമാണ് അല്ലേ? ശരി, സാരില്ല. അപ്പൊ എന്തായാലും വീണ്ടും വിളിക്കുക. അടുത്ത പ്രാവശ്യം നമുക്ക് പോത്തി സ്വർണ്ണമഹലിന്റെ വക ഒരു സ്വർണ്ണ നാണയം കിട്ടുമോ നോക്കാം. ഓക്കെ, ശരി. താങ്ക് യു സോ മച്ച്. ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ശുഭയാണ്. ശുഭയുടെ മകൾക്ക് സ്വർണ്ണമൊക്കെ ഇഷ്ടമാന്ന് പറഞ്ഞു. മോളുടെ പേര് ഞാൻ ചോദിക്കാൻ മറന്നുപോയി. സാരില്ല, നെക്സ്റ്റ് ടൈം. ഓക്കെ, അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എന്താ പേര്? നളന്ത, നന്ദ, ശാന്ത. ഓക്കെ, ശാന്ത. എവിടുന്നാ വിളിക്കുന്നത് ശാന്ത? തിരുവല്ലയിന്നാണ് അല്ലേ? തിരുവല്ലയിൽ എവിടെയാ? പ്രോപ്പർ തിരുവല്ല തന്നെയാണ്. ഓക്കെ, ശരി. അപ്പം വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് ശാന്ത? എന്താ ചെയ്യുന്നേ? ഞാൻ റിട്ടയർഡ് നേഴ്സാണ്. ഓക്കെ, മക്കളൊക്കെ പുറത്താണോ? 2 പുത്രന്മാര്. 2 പുത്രന്മാരാണ്. ഈ പുത്രന്മാർ 2 പേരും എന്താ ചെയ്യുന്നേ?
ഒരാള് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ PG ഡോക്ടറാണ്. ആഹാ, PG ഡോക്ടറാണ്. ഓക്കെ, അടുത്ത ആളോ? ഒരാള് ഗോന്ദി മെഡിക്കൽ കോളേജിൽ ക്ലർക്കാണ്. ആഹാ, അപ്പൊ ഒരു ഡോക്ടർ, ഒരു മെഡിക്കൽ ഫാമിലിയാണ് അല്ലേ? അതെ. അമ്മയെ കണ്ട് എൻകറേജ്ഡ് ആയിട്ടാണോ ഇവർ രണ്ടുപേരും മെഡിക്കൽ ഫീൽഡിലേക്ക് പോയത്? അവർക്ക് താല്പര്യമായിരുന്നു. അവർക്കും താല്പര്യമായിരുന്നു. ശരി, വലിയ കാര്യം. ഓക്കെ, അപ്പൊ ശരി, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 29. 29ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ തുറക്കാൻ പോവാണ്, നോക്കിക്കോളൂ. ഓക്കെ. അയ്യോ, സ്വർണം ഇല്ലല്ലോ. സാരില്ല, വീണ്ടും വിളിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുവരെ വിളിച്ചതിൽ ഒരാൾക്ക് മാത്രമാണ് സ്വർണം കിട്ടിയിരിക്കുന്നത്. ഇനി വാട്സാപ്പിൽ അയക്കുന്നവർക്ക് എത്ര പേർക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ വാച്ച് ഇല്ല. ഇത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു ബ്രേസ്ലെറ്റ് ഉള്ളപ്പോൾ ആരെങ്കിലും വാച്ച് ധരിക്കും. അതുകൊണ്ട് ഞാൻ വാച്ച് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് 12:45 ആകുമ്പോൾ എനിക്ക് ഇവിടുന്ന് സിഗ്നൽ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുവരെയാണ് നമുക്ക് വാട്സാപ്പ് അയക്കേണ്ട സമയം. ഓക്കെ, അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ. ആ, എന്താണ് ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ കേൾക്കുന്നില്ല അല്ലേ? ശരി, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പുഷ്പ, കണിയാപുരം. ഓയോ, പുഷ്പ എന്ന് പറയുമ്പോഴേ നമുക്കിപ്പോ ഇതാണ് ഓർമ്മ വരുന്നത്. പുഷ്പ അറിയില്ലായിരിക്കും ആൾക്കേട്ടോ. എന്താ ചെയ്യണേ? വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാനും മകളും. മകൾ എങ്ങനെയാ? വലിയ കുട്ടിയാണോ അതോ? അതെ, വലിയ കുട്ടിയാണ്. പ്രതിഭ. ഓക്കെ, എങ്ങനെയാ സിനിമയൊക്കെ കാണാൻ പോവാറുണ്ടോ? പുഷ്പ സിനിമയെ കുറിച്ച് അറിയോ? തിയേറ്ററിലെങ്ങും പോവാറില്ല. ഇല്ല. ശരി. അപ്പൊ ഇപ്പൊ ഇറങ്ങി ഈ പുഷ്പ കണ്ടായിരുന്നോ? ഇല്ല. വളരെ നല്ല കാര്യം. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ പറയരുത്. പുഷ്പ നല്ല പുഷ്പ 1 അടിപൊളിയാണ് കേട്ടോ. എന്തായാലും കാണണം. അതാണ്, എന്തായാലും സ്വന്തം പേരിൽ ഇത്രയും കോടികൾ സമ്പാദിച്ച സിനിമ ഒക്കെ ഇറങ്ങിയിരിക്കുകയാണ്. അഭിമാനിക്കണം. ശരി, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 57. ഓക്കെ, 57ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 57 ഞാൻ തുറക്കാൻ പോവാണ്. നോക്കിക്കോളൂ. അയ്യോ, 57ന്റെ ഉള്ളിൽ സ്വർണ്ണം ഇല്ലല്ലോ പുഷ്പ ചേച്ചി. അയ്യോ, എന്നെ സമാധാനിപ്പിക്കണ പോലെ. ശരി, ഓക്കെ. പ്രതിഭയുടെ അന്വേഷണം പറയൂ കേട്ടോ. ഓക്കെ ചേച്ചി, ശരി, താങ്ക് യു സോ മച്ച്. ബൈ. ഓരോ പേരുകള് നമ്മൾ ഓരോരുത്തർക്കും ഓരോ പേരിടുമ്പം നമ്മൾ അറിയില്ല. ഇത് എപ്പോഴെങ്കിലും ആയിരിക്കും ആ പേര് വൈറലാവുന്നത് അല്ലേ? ഇപ്പൊ പുഷ്പ ചേച്ചിയുടെ പേര് ഇന്നലെ വരെ പുഷ്പ, സാധാരണ പുഷ്പ. ഇപ്പൊ പുഷ്പ എന്ന് പറയുമ്പോൾ എല്ലാവരും പുഷ്പ. അങ്ങനെയാണ്. അതാണ്, ഓരോ പേരിനും അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്. എപ്പോഴാണ് ആ വാല്യൂ വരിക എന്ന് പറയാൻ പറ്റില്ല. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? മോനിഷ. അതെ. എവിടുന്നാ വിളിക്കണേ മോനിഷ? ഞാൻ തിരുവനന്തപുരം, കണിയാപുരം. എന്ത് ചെയ്യുന്നു? ഞാൻ വർക്ക് ചെയ്യുന്നു. ഇന്റീരിയർ ഡിസൈനറായിട്ട്. എന്തായിട്ടാ? ഇന്റീരിയർ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓ, വെരി ഗുഡ്, വെരി നൈസ് മോനിഷ. വളരെ നല്ല കാര്യം. നമുക്ക് ഈ ഇന്റീരിയർ ഡിസൈനേഴ്സിന്റെ കയ്യിൽ മാജിക് ആണെന്ന് പറയും. ഒരു ചെറിയ വീടിനെ വലിപ്പം കൂട്ടി കാണിക്കാനും വലിയ വീടിനെ ചെറുതാക്കി കാണിക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിവുണ്ട് അല്ലേ? അതെ. ഇന്റീരിയർ ഡിസൈനർ ആണ് ഏറ്റവും വളരെ ഡിമാൻഡ് ഉള്ള ഒരു ജോബാണ് ഇപ്പോൾ. വളരെ ഇഷ്ടപ്പെട്ട് എടുത്ത ഒരു മേഖലയാണോ ഇത്? അതെ. വെരി നൈസ്. ഓക്കെ, ശരി. അപ്പൊ മോനിഷ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 15. ഓക്കെ, മോനിഷയ്ക്ക് വേണ്ടി 15 എന്ന ബോക്സ് ഞാൻ തുറക്കാൻ പോവാണ്. നോക്കിക്കോളൂ. അയ്യോ, സ്വർണ്ണം ഇല്ലല്ലോ അതില്. അയ്യോ, സാരില്ല. മോനിഷ വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. ശരിക്കും മോനിഷ എന്ന പേര് കേട്ടപ്പോൾ നമ്മുടെ നടി മോനിഷയെ തന്നെയാണ് എനിക്ക് ആദ്യം ഓർമ്മ വന്നത്. ഇത്തിരി വേദനയോടെ ആണെങ്കിലും ആ മുഖം ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മായില്ല. ആ മുഖവും ആ മുടിയും നഖക്ഷതങ്ങൾ ആ സിനിമയിൽ ഉണ്ടായ ഒരു നിഷ്കളങ്കമായ ഒരു മുഖവും ഒരിക്കലും മറക്കാനാവില്ല. എന്തായാലും മോനിഷ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നമ്മുടെ അടുത്ത കോളർ ആരാന്ന് നോക്കാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
മിനി മിനി. എവിടുന്നാ വിളിക്കുന്നത് മിനി? കൊടുങ്ങല്ലൂര്. ഓക്കേ, എങ്ങനെയാണ്, എന്തൊക്കെയുണ്ട് കൊടുങ്ങല്ലൂര് വിശേഷങ്ങൾ? നല്ല വിശേഷം. നല്ല വിശേഷം. താലപ്പൊലി വരാൻ പോണു. താലപ്പൊലി വരാൻ പോവാണ് ജനുവരിയില്. ഓക്കെ, കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ആ ക്ഷേത്രത്തിലെ. മനസ്സിലായി. അപ്പൊ അതിന്റെയൊക്കെ ഒരു തയ്യാറെടുപ്പാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 51. ഓക്കെ, ഇതായിരിക്കും 51. ഉള്ളിൽ സ്വർണ്ണം ഉണ്ടാവുമോ ചേച്ചി? നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ തുറന്നു നോക്കാൻ പോവാണ്. 51 ഉള്ളിൽ. അയ്യോ, സ്വർണ്ണം ഇല്ലല്ലോ. ഓ, സാരില്ല. വീണ്ടും വിളിക്കുക. ആ താലപ്പൊലിയുടെ സമയത്തൊക്കെ ഒന്ന് വിളിച്ചോളൂ. അപ്പം കൊടുങ്ങല്ലൂർ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അങ്ങനെ നമ്മുടെ വാട്സാപ്പ് വിന്നേഴ്സിൻ്റെ പേര് പറയാനുള്ള സമയമായിരിക്കുകയാണ്. 12:45 കഴിഞ്ഞാൽ വാട്സാപ്പിൻ്റെ സമയം അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ആ വിന്നേഴ്സും പേരുകളൊക്കെ പറയുന്നതിന് മുൻപ് പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൽ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏവർക്കും പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. ബ്രേക്കിന് ശേഷം എന്തായാലും ഞാൻ ബ്രേക്കിന് പോകുന്നതിന് മുൻപ്, കഴിഞ്ഞ ബ്രേക്കിന് ഞാൻ ഒന്ന് അപ്രത്യക്ഷമായി തിരിച്ചു വന്നപ്പോഴത്തേക്കും എനിക്കൊരു സ്വർണ്ണമല്ല, ഒരു ഡയമണ്ടിൻ്റെ മാലയാണ് കിട്ടിയത്. അതോടൊപ്പം കമ്മലും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് പലപ്പോഴും ഈ സാധാരണ ഡ്രസ്സിൻ്റെ ഒക്കെ കൂടെ ഓർണമെൻറ്റ്സ് ധരിക്കുമ്പോൾ മാച്ച് ആവുമോ എന്നുള്ളൊരു ഭയം എപ്പോഴും ഉണ്ട്. അത് മാച്ച് ആവില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ എടുക്കുന്നത്. പക്ഷേ ഇഫ് യു ലുക്ക് അറ്റ് ദിസ്, എൻ്റെ ഈ ഡ്രസ്സിൻ്റെ ആ ഒരു പിങ്ക് വർക്കിനോടൊപ്പം കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്ന സ്റ്റോൺസാണ് ആ ഡയമണ്ടിനോടൊപ്പം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ബ്രേസ്ലെറ്റും. ഇതുപോലത്തെ ധാരാളം കളക്ഷൻസ് നമ്മുടെ പോത്തി സ്വർണ്ണമഹലിലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ് കേട്ടോ. ശരിക്കും നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ഓർണമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ, എന്നാൽ ഡയമണ്ട് ആണെന്നാലും ഇറ്റ്സ് വാല്യുബിൾ. അറ്റ് ദ സെയിം ടൈം കാഷ്വൽ ആയിട്ടുള്ള നമ്മുടെ കോസ്റ്റ്യൂംസിൻ്റെ കൂടെ ധരിക്കാനും പറ്റും. ഒട്ടും എടുത്തു നിൽക്കാത്ത രീതിയിൽ ചെയ്യാനും പറ്റും. വെരി വെരി ബ്യൂട്ടിഫുൾ. എനിക്ക് നല്ല ഇഷ്ടമായി. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? അയ്യോ, കേൾക്കുന്നില്ല. ആരാ? എവിടുന്ന് വിളിക്കുന്നത്? രതീഷ്. വർക്കലയിന്നാണ് വിളിക്കുന്നത് അല്ലേ? ഓക്കെ, വർക്കലയിലൊക്കെ ഇപ്പൊ നല്ല സീസൺ ആണല്ലോ, ക്രിസ്മസ് ന്യൂ ഇയർ ടൈം എന്ന് പറയുന്നത് അല്ലേ? ആ ഭാഗത്തോട്ടൊക്കെ പോവാറുണ്ടോ? വർക്കല ക്ലിഫിന്റെ ഒക്കെ ആ ഭാഗത്തേക്ക് പോവാറുണ്ടോ? പോവാറുണ്ട്. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ രതീഷ്. 50 രതീഷ് പറഞ്ഞിരിക്കുന്ന നമ്പർ. ഓക്കെ, 50-നുള്ളിൽ സ്വർണ്ണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം രതീഷ്. ഓക്കെ, നോക്കിക്കോളൂ. 50-നുള്ളിൽ 50-നുള്ളിൽ സ്വർണ്ണം ഇല്ലല്ലോ രതീഷ്. സാരില്ല, നിരാശപ്പെടേണ്ട രതീഷ്, വീണ്ടും വിളിക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് രതീഷ്. താങ്ക് യു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കോൾസിന്റെ സമയം അവസാനിച്ചിരിക്കുകയാണ്. പക്ഷെ കോൾസിൻ്റെ ഇടയിൽ നമുക്ക് ഒരാൾക്ക് മാത്രമേ സ്വർണ്ണ നാണയം കൊടുക്കാൻ സാധിച്ചുള്ളൂ. വാട്സാപ്പിലൂടെ നമുക്ക് 2 പേർക്കാണ് സ്വർണ്ണ നാണയം ലഭിച്ചിരിക്കുന്നത്. അത് ആരാണെന്നല്ലേ? വാട്സാപ്പ് അയച്ചവരൊക്കെ ഇങ്ങനെ വന്ന് നോക്കിയിരിക്കുകയാണ്. ആദ്യം പട്ടാമ്പിയിൽ നിന്നുമുള്ള മുഹമ്മദ് മുർഷിബ്. ഓക്കെ, മുഹമ്മദ് മുർഷിബാണ്. മുഹമ്മദ് മുർഷിബിന് വീട്ടിലിരുന്നപ്പോൾ തോന്നി 46-ൻ്റെ ഉള്ളിൽ സ്വർണ്ണം ഉണ്ടാവും എന്ന് തോന്നി. ആ തോന്നൽ ശരിയാണോ എന്ന് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം, എന്നിട്ട് നമുക്ക് കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ പറയാം. 46-ൻ്റെ ഉള്ളിൽ സ്വർണ്ണം അടിച്ചു മോനെ. കൺഗ്രാറ്റുലേഷൻസ് മുഹമ്മദ് മുർഷിബ്. മുഹമ്മദ് മുർഷിബ് പട്ടാമ്പിയിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചത്. അടുത്തത് ശിവമധു. ഓക്കെ, ശിവമധു നമ്മുടെ തിരുവനന്തപുരത്തു നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. 34 ആണ് ശിവമധു നമ്പർ പറഞ്ഞിരിക്കുന്നത്. ശിവമധുവിനെ വിളിച്ച് കിട്ടിയില്ലായിരുന്നു അല്ലേ? അപ്പോൾ എന്തായാലും 34 അല്ലേ? 34-ൻ്റെ ഉള്ളിൽ സ്വർണ്ണം ഉണ്ടോ എന്ന് നോക്കാം. ഞാൻ തുറന്നു നോക്കാൻ പോവാണ്. കൺഗ്രാറ്റുലേഷൻസ് ശിവമധു, കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ നമ്മുടെ
സ്വർണ്ണ നാണയം കിട്ടിയിട്ടുള്ളത് ഇന്ന് 3 പേർക്കാണ്. 2 പേർക്ക് വാട്സാപ്പിലൂടെയും ഒരാൾക്ക് കോളിലൂടെ. കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ദ വിന്നേഴ്സ്. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫെസ്റ്റീവ് സീസണാണ്, ക്രിസ്മസ് ആണ്, ന്യൂ ഇയർ ആണ്, എല്ലാവർക്കും അവധിയാണ്. ഈ അവധിയുള്ള സമയത്താണ് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പുറത്ത് പോകാറുള്ളത്. അപ്പം അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പോത്തി സ്വർണ്ണമഹലിലുള്ള നല്ല നല്ല ഓഫേഴ്സിൽ ഒന്ന് എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി. കാരണം പേഴ്സണലി എനിക്ക് ഡയമണ്ട്സിൻ്റെ ഒരു ഷൈനും തിളക്കവും ഭയങ്കര ഇഷ്ടമാണ്, വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഡയമണ്ടിൻ്റെ ഞാൻ അറിഞ്ഞൊരു ഓഫറിനെ കുറിച്ച് ഞാൻ പറയുന്നത്, നമ്മളുടെ കയ്യിൽ എവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഡയമണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ ഡെഫിനറ്റ്ലി ഉണ്ടാവുമല്ലോ, നമ്മൾ സൂക്ഷിച്ച് വെക്കും. ആ സർട്ടിഫിക്കറ്റുമായി നമ്മുടെ തിരുവനന്തപുരത്തുള്ള പോത്തി സ്വർണ്ണമഹലിൻ്റെ ഷോറൂമിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് നിങ്ങൾക്ക് എക്സ്ചേഞ്ചിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ടിൽ December 31st. ഓക്കെ, സാധാരണ ഇത് സാധ്യമായ കാര്യമല്ല. നമ്മൾ എവിടെ നിന്നാണോ വാങ്ങിയ അവിടെ മാത്രമേ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ December 31 വരെ ഇത്രയും നല്ലൊരു ഓഫർ നടക്കുമ്പോൾ അത് വെറുതെ ഇതാക്കണ്ട. നമ്മുടെ ഹോളിഡേ സീസൺ കുറച്ചും കൂടെ എനർജൈസ്ഡ് ആക്കാൻ വേണ്ടി നമുക്ക് ഇത്തരം നല്ല ഓഫേഴ്സൊക്കെ പോത്തി സ്വർണ്ണമഹലിലുള്ള നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഓൺ ദാറ്റ് നോട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇന്നത്തെ വിന്നേഴ്സിന് എല്ലാവർക്കും ബിഗ് കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത ആഴ്ച വീണ്ടും എത്താം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു വെരി വെരി മെറി ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് ദിസ് ഇസ് ദീപ രാഹുൽ ഈശ്വർ സൈനിങ് ഓഫ് ഫ്രം പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം.